ചങ്ങായിമാരെ, ബാബരി മസ്ജിദ് വിഷയവുമായിട്ട് ഒരു ചൊറിഞ്ഞ പോസ്റ്റ് ഇട്ട നമ്മളെ വിഷയങ്ങൾക്ക് അൻസാരി ഉസ്താദ് നല്ല മറുപടി തന്നെ കൊടുത്തു. ഈ ബാബരി മസ്ജിദ് വിഷയം മുസൽമാനെ മാത്രമല്ല വേദനിപ്പിക്കുന്നത്, എല്ലാ നല്ലവരായ ഹൈന്ദവനെയും ഭക്തരായ ഹൈന്ദവനെയും ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഒരു ഹിന്ദുവായി എനിക്ക് തോന്നുന്നത് ഭഗവാൻ ശ്രീരാമനെ പോലും ഈ ഒരു സംഭവം ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ സംഭവം കോടതി വിധിയെ കഴിഞ്ഞോണ്ട് ഞാൻ അതിലേക്ക് അധികമൊന്നും പോകുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് കുറെ ചാണക സംഖ്യകള് വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു മുസൽമാനെ എങ്ങനെ വേദനിപ്പിക്കാം അതിനുവേണ്ടി മാത്രം ഇടുന്ന പോസ്റ്റുകൾ. വെറും ചെറിയ ചാണകങ്ങൾ മാത്രമല്ല അതിലുള്ളത്, അതിലും വിഷങ്ങളായ കൃഷ്ണരാജും വിഷകലിയും പ്രതീക്ഷ വിശ്വനാഥില്ലേ, അതുപോലുള്ള എല്ലാ വലിയ വലിയ ചാണകങ്ങളും ആ ഒരു സംഭവത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ വിഷമായ വിഷകലിയിട്ട പോസ്റ്റിനാണ് നമ്മൾ അൻസാരി ഉസ്താദ് നല്ല മറുപടി തന്നെ അങ്ങ് കൊടുത്തത്. അപ്പൊ അൻസാരി ഉസ്താദിന്റെ ആ മറുപടി കേട്ടപ്പം നിങ്ങളെ കൂടി അത് കേൾപ്പിക്കണം തോന്നി. നമുക്കെന്തായാലും അൻസാരി ഉസ്താദ് വിഷകലക്ക് കൊടുത്ത ആ മറുപടി ഒന്ന് കേട്ടിട്ട് വന്നാലോ. വാ. ധർമാർത്ഥ കാമമോക്ഷാണം ഉപദേശ സമന്വിതം പൂർവ്വവൃത്തം കഥായുക്തം ഇതിഹാസം പ്രദക്ഷതേ. ഈ ഒരു ശ്ലോകം ഈ ഒരു അവസരത്തിൽ എന്റെ മനസ്സിൽ ഓർമ്മ വരാനുള്ള കാരണം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായ നമ്മുടെ ഇന്ത്യ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം മുഖമുദ്രയായിട്ടുള്ള ലോകത്തെ മനുഷ്യസ്നേഹികളുടെ ഏറ്റവും വലിയ സംഘം ഭൂമിയായ നമ്മുടെ ഇന്ത്യ, ആ ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ ഏറ്റവും വലിയ മുറിപ്പാണ് എന്താണെന്ന് ചോദിച്ചാൽ 1992 ബാബരി മസ്ജിദിന്റെ ധ്വംസനമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ബാബരി മസ്ജിദ് അയോധ്യയിൽ ഒരു വിധി കൽപ്പിച്ചു. അതോടുകൂടി അതൊരു വിധി തീർപ്പായി എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്ത് അതിന്റെ വഴിക്ക് പോവുകയാണ്. പക്ഷേ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ ഡിസംബർ 6 വരുമ്പോൾ എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ഇത്തവണ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനെ എന്നിൽ കൗതുകം ജനിപ്പിച്ചു. അത് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. അതിക്രമത്തിന്റെ ശ്മശാന ഭൂമിയിൽ നിന്നും അഭിമാനത്തിന്റെ ഉത്തുംഗ സംഘത്തിലേക്ക് രാഷ്ട്ര വൈഭവത്തിന്റെ വീണ്ടെടുപ്പ്. നിങ്ങൾ കേൾക്കുമ്പോൾ രോമാഞ്ചിഫിക്കേഷൻ കൊണ്ട് രോമം എണീറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടിയിട്ടുണ്ടാകും. സത്യത്തിൽ ശശികല ടീച്ചർ എപ്പോഴും എഴുതുന്ന പോലെ ഇപ്പോഴും എഴുതി. ശശികല എന്ന പേര് കൊണ്ട് അവസാനിക്കുകയായിരുന്നെങ്കിൽ ഈ പോസ്റ്റ് ഞാൻ തിരസ്കരിച്ചില്ല. പക്ഷേ ടീച്ചർ എന്ന ആ ഒരു വാലറ്റം കാണുമ്പോൾ നമുക്കൊന്ന് ആശയപരമായിട്ടൊന്ന് സംവദിച്ചാലോ എന്നൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരുമല്ലോ. ചരിത്രം നമുക്കും പഠിക്കാമല്ലോ, അറിയാത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതാണല്ലോ ഒരു മനുഷ്യന് വേണ്ടത്, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുക. അതുകൊണ്ട് ടീച്ചറോട് ചോദിക്കുകയാണ്, ടീച്ചറെ എല്ലാ വർഷവും ഇങ്ങനെ എഴുതാറുണ്ട് അസത്യത്തിന്റെ മേലുള്ള സത്യത്തിന്റെ വിജയം എന്നുള്ളത്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഭൂമിയായ അവിടുന്ന് ഉദയം കൊണ്ട അയോധ്യ ഭൂമി, ആ ഭൂമി ശ്രീരാമചന്ദ്ര ഭഗവാന് തന്നെ ഉടമപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണല്ലോ അസത്യത്തിന്റെ മേലുള്ള സത്യത്തിന്റെ വിജയം. ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ ആ വിജയത്തിന്റെ വെന്നിക്കൂടി പാർപ്പിക്കുന്നവരാണ്. ആ പ്രിയപ്പെട്ട ടീച്ചറോട് ചോദിക്കുകയാണ്, ടീച്ചറെ എന്താണ് ഈ സത്യം എന്നുള്ളത്? ചരിത്രവും കഥയും ഒരുപോലെയാണോ? അതാണ് എന്റെ ചോദ്യം. അതാണ് മനസ്സിലാക്കി ഉത്തരം കിട്ടാൻ വേണ്ടിയാണ്. ചരിത്രവും കഥയും ഒരുപോലെയാണോ? ചരിത്ര പുരുഷന്മാരുണ്ട്, കഥാപുരുഷന്മാരുണ്ട്. ചരിത്ര പുരുഷനാണ് ബഹുമാനപ്പെട്ട അശോക ചക്രവർത്തി. BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു പോയ ആളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്തു വർഷം 570 ജനിച്ച ആളാണ്. അങ്ങനെ ചരിത്ര പുരുഷന്മാർ എവിടെ ജനിച്ചു, എവിടെ ജീവിച്ചു, എവിടെ മരണപ്പെട്ടു എന്ന് കൃത്യമായ രേഖയുണ്ട്. എന്നാൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദ്യം ഉന്നയിച്ചാൽ എന്താണ് മറുപടി പറയാനുള്ളത്? അതാണല്ലോ നമ്മൾ ഈ അസത്യത്തിന്റെ മേലുള്ള സത്യത്തിന്റെ വിജയം. ധർമാർത്ഥ കാമമോക്ഷാണം ഉപദേശ സമന്വിതം പൂർവ്വവൃത്തം കഥായുക്തം ഇതിഹാസം പ്രദക്ഷത എന്ന ഒറ്റ ശ്ലോകം കൊണ്ട് തന്നെ ചരിത്രം എന്താണെന്നും ചരിത്ര പുരുഷന്മാരെന്താണെന്നും കഥ എന്താണെന്നും കഥാപുരുഷന്മാരെന്താണെന്നും മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. എന്നേക്കാൾ കൂടുതൽ സംസ്കൃതം അറിയുന്ന നിങ്ങളോട് പറയണ്ടല്ലോ. ഇതിന് ഉപോത്ബലകമായ മറ്റൊരു ശ്ലോകമാണ് ഭാഗവതത്തിലെ കഥാ ഇമാസ്തെ കഥിതാ മഹീയസ വിധായ ലോകേഷു യശ പരിവിഷാം. മോനെ, ലോകത്ത് കടന്നുപോയ നീ പഠിച്ചിട്ടുള്ള കഥകളിലെ കഥാപാത്രങ്ങളുണ്ടല്ലോ, അവരെല്ലാം ജീവിച്ച് മരിച്ചു പോയവരാണെന്ന് നീ വിചാരിക്കണ്ട. കഥ എഴുതിയ, കാവ്യങ്ങൾ എഴുതിയ അവരുടെ ഹൃദയത്തിൽ നന്മയുടെ പ്രതീകാത്മക ബിംബങ്ങളാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്ന കേവല കഥാപാത്രമാണെന്ന് ഭാഗവതവും പറയുന്നു. അപ്പൊ നമ്മൾ ഈ പോരാടുന്നതൊന്നും ജീവിച്ച് മരിച്ചുപോയ മനുഷ്യർക്ക് വേണ്ടിയല്ല. റിയാലിറ്റിയിൽ ജീവിച്ചുപോയി ഇന്ന വർഷം ജീവിച്ചു ഇന്ന വർഷം മരിച്ചുപോയ മനുഷ്യർക്ക് വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ കലഹം? പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഏതായിരുന്നാലും വിധി അങ്ങനെ ആയതുകൊണ്ട് സത്യം അങ്ങനെയാണ് എന്ന് മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ചിട്ട് ബാക്കിയുള്ളവർ അസത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ചരിത്രം എന്താണെന്നും ചരിത്ര പുരുഷന്മാരെന്താണെന്നും കഥാപാത്രങ്ങൾ എന്താണെന്നും കഥ എന്താണെന്നും ഒക്കെ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ പഠിച്ചാൽ നന്നാകുമെന്നാണ് എൻ്റെ വിചാരം. ഇനി ഈ പുസ്തകങ്ങളിലെ ബാബറും ബാബരിയും എന്ന പുസ്തകം സുരീന്ദർ കൗർ തപൻ സന്യാൽ, ഇത് മൊഴിമാറ്റം നൽകിയ പുസ്തകമാണ്. ഇതിൽ പുരാണങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 9 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ത്രേത്രായുഗത്തിൽ നടന്നു വന്ന പറയപ്പെടുന്ന സംഭവങ്ങളാണ്, വിവരണമാണ് രാമായണത്തിലുള്ള ശ്രീരാമന്റെ കഥയെന്ന് പറയുന്നത്. അയോധ്യയിലെ 3 സ്ഥലങ്ങളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഉത്ഖനനം, അവിടെ ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് 7-ാം നൂറ്റാണ്ടിനോടടുത്ത് മാത്രമേ മനുഷ്യ വാസം ആരംഭിച്ചിരുന്നുള്ളൂ എന്ന് തെളിയിക്കുകയുണ്ടായി. അപ്പം അവിടെ ജനിച്ചു, അവിടെ ജീവിച്ചു എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ ആ വർഷങ്ങളിലൊന്നുമല്ല അവിടെ മനുഷ്യവാസം ഉണ്ടായത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പരിവേഷണത്തിൽ ഏതാണ്ട് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അവിടെ മനുഷ്യവാസം ആരംഭിച്ചിട്ടുള്ളത്. അതിന് എത്ര 5000 വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് ശ്രീരാമന്റെ കഥക്ക്. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പോരാടുന്നതൊക്കെ നമ്മളൊരു വേള ചിന്തിച്ചാൽ മതി. ഏതായിരുന്നാലും വിധി പ്രസ്താവം അങ്ങനെ ആയി ശ്രദ്ധിക്കാതെ അങ്ങനെ തന്നെ പോയിക്കോട്ടെ. പക്ഷേ അസത്യത്തിന് മേലുള്ള സത്യത്തിന്റെ വിജയമാണെന്നും പറഞ്ഞ് വെറുതെ എങ്കിൽ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. അപ്പൊ എങ്ങനെ ടീച്ചറെ
ഒരു മറുപടിയൊക്കെ പറഞ്ഞു നോക്ക്, നമുക്ക് നോക്കാമല്ലോ. ബാക്കിയുള്ള ശ്ലോകങ്ങളൊക്കെ ചൊല്ലാൻ വേണ്ടി ഇങ്ങനെ ബാക്കിയിരിക്കുകയാണ്. ഒരു കൊതിയുണ്ട്, കാര്യങ്ങളൊക്കെ ആളുകൾ പഠിക്കട്ടെ. സുലാൻ, എന്റെ ഉസ്താദ്, നിങ്ങളിപ്പം പറഞ്ഞ സംസ്കൃതമൊന്നും നമ്മളെ വിശകലക്കും കൃഷ്ണരാജ് വക്കീലിനും പ്രതീഷ് വിശ്വനാഥിനും ഒരിക്കലും മനസ്സിലാവൂല. അതുകൊണ്ട് ഉസ്താദ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മലയാളത്തിൽ തന്നെ തർജ്ജമ ചെയ്ത് പറയണം കേട്ടാ. അതൊക്കെ പഠിക്കാൻ, ആ സംസ്കൃതമൊക്കെ പഠിക്കാനും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ അവരെ നമ്മൾ സംഘികൾ എന്ന് വിളിക്കൂലല്ലോ. അതാണ് സംഘികൾ. ആ സംഭവം കഴിഞ്ഞിട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ടും പിന്നെ അവര് അതിങ്ങനെ കുരുപൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. മുസൽമാനെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാം, മുസൽമാന്റെ മനസ്സിൽ എങ്ങനെ തീകോരിയിടാം, അത് മാത്രമാണ് ചാണക സംഘിയുടെ ഒരേ ഒരു ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് അവരതിന്റെ വാർഷികത്തിൽ ഇതുപോലെ വൃത്തികെട്ട പോസ്റ്റുകളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കവിയുന്നത്. അവരുടെ ഒരുപാട് നാറിയ പോസ്റ്റ് ഉണ്ട്, അതൊന്നും ഇവിടെ വായിക്കാൻ കഴിയില്ല. അതൊക്കെ ഒരുപാട് വേദന ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പറയാത്തത്. ഇപ്പൊ സംഖ്യക്ക് വേറൊരു കുരുപൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ബംഗാളില് ബാബരി മസ്ജിദ് എന്ന പേരിൽ ഒരു പുതിയ മസ്ജിദിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അത് കേട്ടപ്പം സംഖ്യക്ക് വീണ്ടും കുരുപൊട്ടി. എല്ലാ സംഖ്യകളെ നിയമപരമായിട്ട് ഒരു പള്ളി നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ എന്തിനാ നിങ്ങളെ കുരുപൊട്ടുന്നത്? അവിടെ അവർ പള്ളി നിർമ്മിച്ചോട്ടെ, അതിന് ബാബരി മസ്ജിദ് എന്ന് പേരിടുമ്പോ നിങ്ങൾ എന്തിനാണ് കുരുപൊട്ടുന്നത്? മെയിനായിട്ട് കുരുപൊട്ടുന്നതും കുരുപൊട്ടിക്കുന്നതും ആരാന്നറിയാം? നമ്മളെ വിസർജനവും കർമ്മ ന്യൂസ് അല്ലാന്ന് ഇക്കാര്യത്തിൽ ഭയങ്കരമായിട്ട് കുരുപൊട്ടുന്നത്. അവരെ കുരുപൊട്ടിക്കലും കേട്ടിട്ട് സംഖ്യകളെ നിങ്ങളെങ്ങാനും ബംഗാളില് പ്രതിഷേധത്തിന് പോയിട്ടുണ്ടെന്ന് കേട്ടില്ല. ഊപ്പി പോലെയല്ല ബംഗാള്. നിങ്ങളുണ്ടല്ല എടപ്പാൾ ബംഗാൾ ഓട്ടം, ആ ഓട്ടം ഓടേണ്ടി വരും അവിടുന്ന്. അതുകൊണ്ട് എനക്കൊന്നേ പറയാനുള്ളൂ, ഒരു വിശ്വാസിയായ ഒരു ഹൈന്ദവനും, അതായത് ദൈവവിശ്വാസിയായ ഒരു ഹൈന്ദവനും ഇന്നത്തെ ദിവസം ബാബരി മസ്ജിദ് ദിവസം ഒരിക്കലും സന്തോഷിക്കില്ല. എന്തിന്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ ശ്രീരാമനടക്കം ഇന്നത്തെ ദിവസം സന്തോഷിക്കുകയേയില്ല. അതുകൊണ്ട് സംഘികള് എത്രമാത്രം വിദ്വേഷം ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നോ അതിലൊന്നും വീഴാതെ പിടിച്ചു നിൽക്കുന്ന എല്ലാ മുസൽമാന്മാർക്കും, എന്റെ അൻസാരി ഉസ്താദിനും, പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.